ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ക്രിസ്മസ് ദിനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ദിവസത്തിലേക്ക് നമ്മൾ എത്താണ്. അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് ആവാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്കപ്പോൾ ആ മെസ്സേജിലേക്ക് കിടക്കാം. ഓക്കെ, സാധാരണ പോലെ ഒരു ടോപ്പിക്ക് പറഞ്ഞ് തീർക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷേ ഇത് കുറച്ച് സ്പിരിച്വലിലേക്ക് കിടക്കും. ആ ഒരു മോട്ടിവേഷൻ ലെവലിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ആ മെസ്സേജിലേക്ക് കിടക്കാം. ദൈവം ജനിച്ചത് ഒരിക്കലും ഒരു രാജകൊട്ടാരത്തിലായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. ബൈബിളിൽ ഒരു വചനമുണ്ട്: ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മൾ ഭൂമിയിൽ പരദേശികൾ മാത്രമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒന്നും കൊണ്ടുപോകാനില്ല. നമ്മൾ വന്നതുപോലെ തന്നെ നമ്മൾ തിരിച്ചു. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ എന്താണോ അതാണ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഈ പാതയിൽ നമ്മുടെ നന്മയ്ക്കാണ് സമ്മാനം കിട്ടുക. അതിൻ്റെ തോത് എത്രമാത്രം കൂടിയിട്ടുണ്ടെന്ന് അതിനനുസരിച്ച് നിങ്ങൾക്ക് മഹത്വം കിട്ടും. ഒരിക്കലും തിന്മയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. നന്മ ചെയ്ത് ജീവിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വേറൊരാളെ കുറിച്ച് തെറ്റായ രീതിയിലുള്ള ഒരു സംസാരവും വരുത്തരുത്. ഒരാളുടെ ഒരു വാക്ക് കേട്ട് ഒരാളെ പ്രതിയാക്കരുത്. ആ വ്യക്തി പറയുന്ന കാര്യം ശരിയാവണമെന്ന് ഉറപ്പില്ല. നിങ്ങൾ നോ പെയിൻ നോ ഗെയിൻ എന്ന് കേട്ടിട്ടില്ലേ? ഇത് സ്പിരിച്വലാക്കി പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റും: കുരിശില്ലാതെ മഹത്വമില്ല. ദൈവം എന്ന് പറയുന്നത് പലർക്കും ആക്സെപ്റ്റബിളാണ്, എന്നാൽ ചിലർക്കത് ആക്സെപ്റ്റബിൾ അല്ല. കാരണം അവർക്കത് തോന്നുന്നില്ല, ദൈവം ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമുണ്ടെന്നും ഒരുപാട് ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും എനിക്കറിയാവുന്നത് കൊണ്ടും ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടും എനിക്ക് പറയാൻ കഴിയും. ഒരു ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫോട്ടോ ഈ വീഡിയോയിൽ കാണാം. മനുഷ്യനെ എപ്പോഴും ശ്രദ്ധിക്കുക മറ്റു മനുഷ്യരുടെ ബാഹ്യരൂപത്തിലാണ്. അവൻ്റെ ബാഹ്യരൂപം എന്ന് പറയുമ്പോൾ അവൻ ചിലപ്പോൾ സംസാരിക്കുന്നത് വേറെ ആയിരിക്കും, ചിന്തിക്കുന്നത് വേറെ ആയിരിക്കും, രണ്ടും രണ്ടായിരിക്കും. പക്ഷെ ദൈവം നോക്കുന്നത് അവൻ്റെ ഹൃദയത്തിലേക്കാണ്. അവൻ്റെ ഹൃദയത്തിൽ എന്തോരം നന്മ ഉണ്ടെന്നാണ് ദൈവം നിരീക്ഷിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ക്യാമറ കണ്ണുകൾ നമ്മൾ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. എന്നേത് ഒട്ടും പേടിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും പേടിക്കേണ്ട കണ്ണുകൾ ദൈവത്തിൻ്റെ കണ്ണുകൾ തന്നെയാണ്. 3 വഴിയിലൂടെ ഇത് സഞ്ചരിക്കുന്നു. 1, നമുക്ക് വരുന്ന ചിന്തകളിലൂടെ. 2, നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ. 3, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ. ഈ 3 വഴികളിലൂടെയും നമുക്ക് നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം.
അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും ദൈവം ഒരുപോലെ ശ്രദ്ധിക്കും. നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ മനസ്സിൽ എന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അത് മനസ്സിലാക്കുന്ന ഒരാൾ, നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ട ഒരാൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് തെറ്റായ രീതിയിലേക്ക് തിരിയുന്ന തരത്തിലുള്ള സംസാര രീതികൾ അത് ഒഴിവാക്കണം. അതൊക്കെ പിന്നീട് വലിയൊരു തിന്മയിലേക്ക് അത് മാറും. ഞാൻ കൂടുതൽ പറഞ്ഞാൽ ശരിക്കും അത് ഒരു സ്പിരിച്വലിലേക്ക് പോകും. ഞാനത് ഓരോന്നും തടയിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ സംസാരം ശരിക്കും ഇങ്ങനെയാണ്. ഒരു മോട്ടിവേഷൻ തരിക എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു രീതിയിൽ എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം. നമുക്ക് കൂട്ടുകാർ വേണം, മാതാപിതാക്കൾ വേണം, നമ്മുടെ ബന്ധുക്കൾ വേണം, അയൽക്കാർ വേണം, എല്ലാവരും വേണം. എല്ലാവരും ഉണ്ടായാലാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരിലെല്ലാവരിലും ഒരു പ്രധാന സ്ഥാനമായിട്ട് 1ാം സ്ഥാനത്തിലേക്ക് വരേണ്ടത് ദൈവം തന്നെയാണ്. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. പക്ഷെ ആ പരിധിക്കപ്പുറം ചെയ്യാനായിട്ട് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് പറ്റും. മൈൻഡ് ഒരിക്കലും ഡെസ്പാവരുത്. മൈൻഡ് ഡെസ്പായി കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. നമ്മൾ തന്നെ നമ്മുടേതായ രീതിയിലേക്ക് നമ്മളതിനെ വീണ്ടും കൊണ്ടുവരണം. പലതര പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. ഒരുപാട് നല്ല പ്രവൃത്തികളുണ്ട് ചെയ്യാൻ പറ്റിയത്. നമുക്കൊന്നില്ലെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കാം, അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മൈൻഡ് മാറ്റിയെടുക്കുക. ഈ തിരക്കേറിയ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ആരാണെന്നും നിങ്ങൾ എന്താണ് എന്നോട് ചിന്തിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവും. കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കമൻറ്റിലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷിക്കേണ്ടത്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളെല്ലാവരോടും കൂടി ഒരു ടീച്ചർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വാഴക്കൊല ഉണ്ടായി കഴിയുമ്പോൾ ആ വാഴ എങ്ങനെ നിൽക്കുക എന്നൊരു ചോദ്യം ചോദിച്ചു. അതതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് സക്സസ്ഫുള്ളായി. അത് ജയിച്ചു കഴിഞ്ഞു. അതതിൻ്റെ കാര്യങ്ങൾ ചെയ്തു, അതിന് ഫലം ഉണ്ടായി. പക്ഷെ അത് നേരെ നിവർന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കുനിഞ്ഞാൽ നിൽക്കുക, എളിമപ്പെടണം. രാജാവായാലും രാജാക്കന്മാരായാലും മന്ത്രിമാരായാലും ആരൊക്കെ ആയാലും ദൈവം നിർത്തിയതേ നമുക്കുള്ളൂ, ദൈവം തന്നതേ നമുക്കുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെന്ന വ്യക്തി ഈ ഭൂമിയിലില്ല, നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. 6 അടി മണ്ണിൽ നമ്മൾ തീരും. അതിനിടയിൽ എന്തിനാ ഓരോ വഴക്കും വിദ്വേഷവും വാശി തീർക്കലും? 100 വയസ്സ് വരെ ഇപ്പം എത്ര പേര് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്? ഇന്നിപ്പോൾ നമ്മൾ കണ്ട ആൾക്കാർ നാളെ ജീവിച്ചിരിക്കുന്ന വല്ല ഉറപ്പുണ്ടോ? ഓരോ ദിവസം തീരുന്നതും നമ്മൾ നമ്മുടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. അതെവിടെ ചെന്നെത്തും
എന്ന് പറയാൻ പലർക്കും അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കവിടെ എത്തണമെന്ന് എനിക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരിക്കലും അകത്ത് വേറെ പുറത്ത് വേറെ എന്നൊരു മൈൻഡ് സെറ്റിൽ നടക്കരുത്. അങ്ങനെ നടക്കുന്നവന് നമ്മൾ ആദ്യം കാണുമ്പോൾ നല്ല ഉയർച്ചയും വലിപ്പവും എല്ലാം ആൾ കയറിപ്പോവും. ആൾ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്, അങ്ങനെ നമ്മൾ കാണുകയും ചെയ്യും. പക്ഷേ പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ എല്ലാം കൂടി തകർന്ന് ആൾ താഴെത്തും. ദൈവം സ്നേഹത്തോടെ കൊണ്ടുവരുന്ന, ദൈവം വിളിച്ച് ദൈവം ഉയർത്തുന്ന ആൾക്കാരുണ്ടാവും. അവർ പതുക്കെ വളരുള്ളൂ. ദൈവം നന്നായി അടിത്തറയിട്ട് പാറ കൊണ്ട് പണിത് ഉയർത്തി നിർത്തും. പിന്നെ ആരെന്ത് ചെയ്താലും അവർ തകരില്ല. അവർ വളരാൻ സമയമെടുക്കും കേട്ടോ. കുറേ കഷ്ടപ്പെട്ട് വേദനിച്ച്, ചിലപ്പോൾ ഉള്ളൊക്കെ ഡാർക്കായിരിക്കും, പറയാൻ വിഷമങ്ങളുണ്ടാവും. അവരെ വിഷമം കിട്ടുമ്പോൾ കരയാൻ, സഹായിക്കാനും കരയാനും അങ്ങനെ വല്ലാത്ത അവസ്ഥ വരെ എത്തും. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ ഈ ലോകത്ത്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവും. ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നവരാണ് അവർ. ചിലപ്പോൾ നോക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായതൊക്കെ അവർക്ക് പലരും ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ടും പഠിത്തത്തിൻ്റെ ഭാഗമായിട്ടും ചിലപ്പോൾ അവരവരുടെ നാട്ടിലുണ്ടാവില്ല, അവർ വിദേശത്തായിരിക്കും. അവരൊക്കെ രക്ഷപ്പെട്ടു അങ്ങനെ പോയി. പക്ഷെ അവരെക്കാളും ഉയരങ്ങളിൽ ദൈവം ഇവരെത്തിക്കും. പിന്നെ അവരെ തടയാൻ നോക്കിയാൽ പറയാൻ പറ്റില്ല. ഒരു കള്ളത്തരത്തിലൂടെ എത്താൻ നോക്കുന്ന ഒരാൾ ഒരു സമയമാകുമ്പോൾ വീഴും, പിന്നെ എണീക്കാൻ പറ്റില്ല. അതേസമയം ഒരുവിധം ഭംഗിയായിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു വ്യക്തിക്ക് ചെറിയൊരു തെറ്റ് പറ്റിയെങ്കിൽ അവൻ തിരിച്ചൊന്ന് മാപ്പ് പറഞ്ഞ് തിരിച്ച് കയറും. അതാദ്യം വന്ന പോലെ ആയിരിക്കില്ല, അതിന് 10 ഇരട്ടി തീക്ഷ്ണതയോടെ അവൻ കയറി വിജയത്തിലെത്തുകയും ചെയ്യും. പക്ഷെ നിനക്കതിന് ടൈമുണ്ട്, കുറച്ച് ടൈം എടുക്കും, നല്ല സഫറിങ് ഉണ്ടാവും. പക്ഷെ അത് സഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു വിജയം കാത്തിരിപ്പുണ്ട്. നാളെ ലോകം അവരെ നോക്കി കൈയടിക്കും. ഒരിക്കലും മനസാക്ഷി പറയുന്നതിനെതിരെ കാര്യങ്ങൾ നീക്കരുത്. മനുഷ്യങ്ങളിൽ 2 ചിന്തകൾ വരും. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. കൂടുതലും മനുഷ്യൻ നെഗറ്റീവേ വരും. കാരണം മനുഷ്യന് പൊതുവെ അങ്ങനെ ഒരു ചായ്വുണ്ട്. പോസിറ്റീവ് ആക്കിയെടുക്കണം. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദോഷം. ഞാനത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടരുത്. അത് നമ്മുടെ വളർച്ച തകർത്തുകൾ. നമ്മുടെ ശത്രുക്കൾ വീണ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് ചിരിച്ച് നന്നായി പോയി എന്നുള്ളൊരു വാക്ക് നിൻ്റെ നാവിൽ നിന്ന് വീണാൽ നിൻ്റെ കാര്യവും തീരുമാനവും. നമുക്ക് കൊടുക്കുന്നത് നമുക്ക് ലഭിക്കും. എന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാരോട് മൊത്തം പറഞ്ഞ് നടന്നാൽ നമുക്ക് ബഹുമാനം കിട്ടില്ല. കാരണം ആദ്യം നമ്മൾ കൊടുക്കണം. നമ്മൾ എന്ത് കൊടുക്കണോ, എങ്ങനെ കൊടുക്കണോ അതനുസരിച്ച് തിരിച്ചു കിട്ടും. ഒരിക്കലും ബഹുമാനവും സ്നേഹവും പിടിച്ചു വാങ്ങരുത്. അത് കൊടുത്ത് ശീലിച്ച് അങ്ങനെ അവർക്ക് തരാൻ തോന്നി അവർ തരണം. ഒരിക്കലും വലിയ ആൾ ചമഞ്ഞ് എവിടെയും നടക്കരുത്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ
പട്ടി ഷോ എന്നൊക്കെ പറയും നമ്മൾ. വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓരോരോ കോപ്രായത്തരങ്ങൾ. ഇതിപ്പോൾ ആൾക്കാർ കാണിച്ചെടുക്കുമ്പോൾ മറ്റ് ആൾക്കാർ ചിന്തിക്കുക ഇവനിന്ന് പൊട്ടത്തര കാണിക്കണേന്ന് അവർ ചിന്തിക്കും. പക്ഷേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ചെയ്യുന്ന വിഡിത്തം മനസ്സിലാവണില്ല. നല്ലത് അനുകരിക്കാൻ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുക. നമ്മളൊരാളെ കാണുമ്പോൾ ആളുകളിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പോസിറ്റീവ് എടുക്കുക. പോസിറ്റീവ് എടുത്താൽ നമുക്കതൊരു മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ മരണം വരെ നമുക്കത് ഒരു പോസിറ്റീവ് സൈഡിൽ നിൽക്കും. നെഗറ്റീവ് എടുക്കുക. അങ്ങനെ ഓരോന്നിനും എല്ലാവരിൽ നിന്നും പോസിറ്റീവ് എടുത്ത് അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സണാലിറ്റിക്ക് ആരും റെസ്പെക്റ്റ് ചെയ്യുന്ന, സെല്യൂട്ട് ചെയ്യണം നല്ലൊരു റെസ്പെക്റ്റിലേക്ക് നിങ്ങളെത്തും. ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളുടെ പേര് കളയുന്ന രീതിയിലേക്ക് നിങ്ങൾ വളരരുത്. അവർക്കൊക്കെ നിങ്ങളുടെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ പ്രതീക്ഷയിലെത്താൻ പറ്റില്ല. അതിൻ്റേതായ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. ആ സ്നേഹം കൊടുത്താൽ മതി. അത് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റേതായ മാറ്റങ്ങളവിടെ വരും. സ്നേഹമുള്ള അടുത്ത് ദൈവമുണ്ട്. ബൈ ആൻഡ് ബൈ ഫ്രം ജോണി. അപ്പം മക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.